ഞാൻ ഒരു 25 കൊല്ലം ചുമട്ട് തൊഴിലാളിയായിട്ട് പണിയെടുത്ത ഒരാളാണ്. ശരി. ചുമട്ട് തൊഴിലാളി എന്ന് പറഞ്ഞാൽ അവിടെ കണ്ടെയ്നർ ഫയർ സ്റ്റേഷനും ഈ ബീവറേജിൻ്റെ ഗോഡൗണും കൂടി 2 ഗോഡൗൺ പേട്ടയിൽ ജോലി ചെയ്യുന്നത്. കണ്ടെയ്നർ ഫയർ സ്റ്റേഷനിൽ വെയിറ്റുള്ള ജോലിയാണ്. 50 കിലോ 60 കിലോ വെയിറ്റുള്ള പിന്നെ കാപ്പിച്ചാക്ക്, കാപ്പിയുടെ ചാക്ക്. ശരി. അങ്ങനെയൊക്കെ അങ്ങനെ ഹെവി വർക്കാണ്. ഒരു ദിവസം രാവിലെ കാപ്പിപ്പണി മാത്രം ഒന്ന് കിട്ടിയിട്ടുള്ളത്. ഒരു കണ്ടെയ്നർ കഴിയുമ്പോൾ തന്നെ നമ്മൾ ടയർഡാവും. അന്ന് ഏതാണ്ട് ഒരു 3 കണ്ടെയ്നർ അങ്ങനെ കിട്ടാറുണ്ട്. ഭാഗ്യത്തിന് കിട്ടണത് 3 കഴിയുമ്പോൾ പിന്നെ പിറ്റേ ദിവസം പണിക്ക് വരാൻ പറ്റില്ല, അത്ര ടയർഡാണ്. അങ്ങനെ ടയർഡായിട്ട് മൊത്തം ഇങ്ങനെ വേർത്ത് കുളിച്ച് മൊത്തം അഴുക്കിൽ നിൽക്കുന്ന നേരത്ത് സെക്യൂരിറ്റിക്കാരൻ വന്നിട്ട് പറയുന്നു, സെൽവരാജ് നിങ്ങളെ കാണാൻ വേണ്ടി 2 പിള്ളേരോട് വന്ന് നിൽക്കുന്നുണ്ട്, കുറേ നേരെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു. അപ്പോൾ വേണ്ട ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ പോവുകയും ആ 2 പേരെ കാണുകയും അവരെൻ്റെ അടുത്ത് പറഞ്ഞ്, ചേട്ടാ ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്, ചേട്ടനാണ് എൻ്റെ ലീഡ് റോള്, ചേട്ടൻ അഭിനയിക്കണില്ലെങ്കിൽ മാത്രമേ ഞങ്ങൾ വേറെ ആളെ ആലോചിക്കുള്ളൂ, ഞങ്ങളുടെ കാശില്ല, തരാൻ പൈസ ഇല്ല, എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? അപ്പം ഞാൻ ചോദിച്ചാൽ എന്താണ് എൻ്റെ സംഭവം? അപ്പോൾ ഒരു 1 ലൈൻ അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് അല്ലെങ്കിൽ തന്നെ നമുക്ക് പൈസ കിട്ടിയില്ലെങ്കിലും നമ്മളത് ചെയ്യും. കാരണം എനിക്ക് നാടകത്തിലും സിനിമയിലും നിൽക്കാൻ വേണ്ടി കൂടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു തൊഴിൽ തന്നെ കണ്ടുപിടിച്ചത്. എനിക്ക് ജീവിക്കണം, എൻ്റെ കുടുംബം ജീവിക്കണം. അപ്പം അങ്ങനെ അവർ സമ്മതിക്കുകയും അങ്ങനെ പോവുകയും ഒരു 4-5 ദിവസം നീണ്ടു നിൽക്കുന്ന ആ ഷോർട്ട് ഫിലിം ഷൂട്ട് കഴിയുകയും ആ ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യപ്പെടുകയും മൃത്യുഞ്ജയം എന്നാണ് ആ ഷോർട്ട് ഫിലിമിൻ്റെ പേര്. അതിനൊരു നാഷണൽ അവാർഡ്, ഒരു അവാർഡ് വരുന്നു. അത് തമിഴിൽ ധനുഷ് എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ കാണുന്നു. അദ്ദേഹം മലയാളത്തിലൊരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പടത്തിൻ്റെ പേര് തരംഗം. ആ ഡയറക്ടറുടെ പേര് അരുൺ ഡൊമിനിക്. 8 വർഷത്തിന് ശേഷം ആ പടം വേണ്ട വിധത്തിൽ പിന്നെ ശ്രദ്ധിക്കപ്പെട്ടില്ല. 8 വർഷത്തിന് ശേഷം ഇപ്പം ലോക ചെയ്ത് അദ്ദേഹം വരുന്നു. അപ്പം അത് ഞാൻ പറഞ്ഞാൽ അദ്ദേഹം ആണ് അതിന് വഴികാട്ടി. അപ്പോൾ അങ്ങനെ നമുക്ക് ആരെങ്കിലും സഹായിക്കാനോ പറയാനോ. പയ്യനാണോ അരുൺ ഡൊമിനിക്? അന്ന് വാതിക്കൽ നിന്ന പയ്യനാണ് ഈ അരുൺ ഡൊമിനിക്. അരുൺ ഡൊമിനിക് മരടല്ലേ വീട്? അതെ, അന്ന് തമനത്താണ് താമസിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ സിനിമയിലെന്ന് പറയുന്നത് നമ്മൾ പറയണത് പോലെ അല്ല. സിനിമക്കകത്ത് എപ്പോഴും എനിക്ക് മനസ്സിലാക്കിയത് ഇത്ര നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി ആരെങ്കിലും പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളോടൊരു കരുണയോ സ്നേഹമോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് നിന്ന് പോകാൻ പറ്റും. കഴിവ് പ്രധാനമാണ്. അപ്പോൾ ഇതുവരെ വന്നിട്ടുള്ള സിനിമകളും അങ്ങനെയൊക്കെ തന്നെയാണ്.